ശരി, നീ പോയിക്കോ. എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ മാഡം? എന്താ സംസാരിക്കാനുള്ളത്? ഇവിടെ വേണ്ട, വരൂ വരൂ. ഇല്ല ഇല്ല ഇല്ല. ഹലോ, എന്താ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ എൻ്റെ കണ്ണ് നിറയും, മനസ്സിൽ വേദന ഉണ്ടായാലും കണ്ണ് നിറയും. ഇപ്പം മാഡം ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു മാഡം. കഷ്ടപ്പാടോ? എനിക്കൊരു കഷ്ടപ്പാടും ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മനസ്സിലായി? നിനക്ക് വളരെ നല്ലൊരു മനസ്സുണ്ട്, പക്ഷെ വീട്ടിൽ കഷ്ടപ്പാടാണ്. എന്റെ വീട്ടില് കഷ്ടപ്പാടോ? യെസ്, എക്സാക്ട്ലി. അത് മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് അൾസർ, അച്ഛന് ക്യാൻസർ, ചേച്ചിയുടെ മാരേജ് ക്യാൻസർ. ഇതൊന്നും പോരാഞ്ഞിട്ട് നിന്റെ അനിയൻ ഹാൻഡിക്യാപ്ഡ്, അനിയത്തിക്ക് വട്ട്. ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം നിന്റെ തോളിലായതുകൊണ്ട് നീ തെറ്റായ വഴി തിരഞ്ഞെടുത്തത്. ഞാൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തു? അത് സാരമില്ല, സമ്മതിച്ചോ? തെറ്റ് സംഭവിക്കുന്നത് സാധാരണയാണ്. തെറ്റ് തിരുത്തുന്നവൻ മനുഷ്യൻ. ശരിയല്ലേ സരോജ? ഹലോ, എന്റെ പേര് സരോജ എന്നല്ല. കണ്ടോ, നിന്റെ പേര് സരോജ എന്ന് മാറ്റി പറഞ്ഞപ്പോഴേ നിനക്ക് സഹിച്ചില്ലല്ലോ. അപ്പൊ നീ ഒരു തെറ്റായ വഴി തെരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്നു എന്നറിയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും? നോക്ക്, സമയം ഇനി വൈകിട്ടില്ല. മാറാൻ ശ്രമിക്ക, ഞാനുണ്ട് നിന്റെ കൂടെ. മാറാൻ ശ്രമിക്ക. എന്തിനും ഞാനുണ്ട് കൂടെ. പഴയതൊക്കെ മറന്ന് പുതിയൊരാളാവാൻ ശ്രമിക്ക. ശരിക്കും തന്റെ തലയ്ക്ക് വട്ടാ, ഭ്രാന്താ തനിക്ക്. തന്നോട് സംസാരിക്കുന്നതിന്റെ വേസ്റ്റാ. ഞാൻ മാറണ പോലും ഒന്ന് മോളെ, മാറ്റം പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആലോചിച്ച് നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഗുഡ് ജോബ് വിക്രം, ഗുഡ് ജോബ്. സർ, ഇന്നലെ പോയ കാര്യം എന്തായി സർ? സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണ്. നന്നാവാൻ ഞാൻ അവൾക്ക് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്ത് ചെയ്യുമെന്ന്. ഇന്ന് ഫുൾ ഫീലിംഗ്സിലാണല്ലോ സർ. വരണം സർ, ലീവ് എടുത്ത് പൂജാ ബാറിൽ പോയിരിക്കാൻ സർ. പുന്നോര മോനെ, രണ്ടെണ്ണം തന്നാലുണ്ടല്ലോ നിന്റെ ഉള്ള പൊക്കം കൂടി കുറഞ്ഞു പോകും. ഡ്യൂട്ടിയാണ് പ്രധാനം. നമ്മുടെ ടാർഗറ്റ് ഈ ജോണിയും ജോർജും ആണ്. ഇവരാണ് ഈ ഡ്രഗ് റാക്കറ്റിന്റെ ഹാർട്ട്. ആ ഹാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കണക്ട് ചെയ്യുന്ന നാഡീ ഞരമ്പുകളെല്ലാം കട്ട് ചെയ്യണം. വണ്ടി എടുക്കുക. എന്താടോ ഇത്? എന്റെ തേരാളികളെ മുഴുവൻ തകർത്തിട്ട് ഈ നായയെ മാത്രം മിച്ചം വെച്ചോ? എങ്ങനെയുണ്ട് സാറേ? ബോസ്, വിക്രം നമ്മുടെ എല്ലാ ഫിഷ് കണ്ടെയ്നറുകളും സീസ് ചെയ്തിരിക്കുക. ഞാനല്ല ബോസ്, വിക്രം. കുഴപ്പമില്ല ബോസ്, ഞാൻ തടവിക്കോളാം. ഞാനല്ല തല്ലിയത്, ഞാൻ തന്നെ തടവി തരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മാമൻ ഇങ്ങോട്ട് വന്നാട്ടെ. ബോസ്, വിക്രം നമ്മുടെ പബ്ബും ബാറും ഒക്കെ സീസ് ചെയ്തു. അവൻ അയ്യോ, ഇത് വിക്രമല്ല ബോസ്. സോറി, തല്ലിയ ഞാൻ തടവിക്കോളാം. ഇതെല്ലാം വെച്ചോ, ആരും പറയല്ലേ പ്ലീസ്. ഏയ്, ഇനി ആ കുരങ്ങന്റെ വാങ്ങിച്ചോ. നിങ്ങളുടെ ഈ പച്ചപ്പ് എന്നെന്നും നിലനിൽക്കട്ടെ. എന്താടോ തന്റെ പഴയ കാമുകരുടെ മെസ്സേജ് അയച്ചോ? അതല്ല ബോസ്, വിക്രം നമ്മുടെ പാർട്ടികളെ സീസ് ചെയ്തു.
ബോസ് ബോസ് സാധാരണ അടി കൊടുക്കുന്ന സ്ഥലത്ത് തടവി തടവി ഉമ്മ കൊടുക്കാറില്ലേ? ഇപ്പൊ എന്താ ചെയ്യാത്തത്? തടവി കൊടുക്ക്, ഉമ്മ കൊടുക്ക്. എടാ പൊട്ട, അവൻ എന്നെ വിളിച്ചത് ചെടി നടാൻ, അല്ലാതെ ഉമ്മ വെച്ച് കളിക്കാനല്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇടത് കൈ കൊണ്ടൊന്ന് തടവിയിട്ട് അവനൊരു ഉമ്മയും കൊടുക്കുക. കിഴങ്ങ്. പിന്നീട് മാഡം ഫോൺ ചെയ്തായിരുന്നു സാർ? ഇല്ലടാ, അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. അവള് എന്നെക്കാളും ഡീലിങ്സിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തിനാ സാർ ചിന്തിക്കുന്നത്? 100% ഉറപ്പാണ് അവൾ അതെല്ലാം വിട്ട് സാറിന്റെ അടുത്തേക്ക് വരും. അതെങ്ങനെ പറയാൻ പറ്റും? പെണ്ണുങ്ങൾ ലവിന് വേണ്ടി സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ചു വരുന്നു, പിന്നാണോ ഇത്തരം ഡീലിങ്സ് ഉപേക്ഷിക്കാൻ? അപ്പോ നീ പറയുന്നത് എനിക്ക് വേണ്ടി വരുമെന്നാണോ? തീർച്ചയായും. എന്നടാ എന്റെ ചായം കൂടെ നീ എന്നെ കുടിച്ചോ. താങ്ക് യു. മാഡം വരുന്നു സാർ. നീ നോക്കിക്കോടാ, സ്ലോ മോഷനില് അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കോടാ. വരും സാർ, വരും. വന്നോടാ. സാർ വന്നോ? ഇല്ല സാർ, ഫാസ്റ്റ് മോഷനിലെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഉന്നോര മോനെ വെറുതെ ആശിപ്പിച്ചിട്ട് വണ്ടി ഇറ. എടാ വിശ്വ, അമ്പലത്തിൽ പോകുന്നു. നമ്മുടെ ആളൊരു വിചിത്ര ജീവിയാണല്ലോ. ഏയ്, ഇതിൽ വിചിത്രമായിട്ട് ഇപ്പൊ എന്താ സാർ ഉള്ളത്? ടെക്സ്റ്റൈൽസിൽ പോയി കല്യാണ സാരി വാങ്ങി, ജ്വല്ലറി പോയി താലിമാല എടുത്തു, പൂക്കടയിൽ പോയി പൂവും മാലയും വാങ്ങി, നല്ല അറിവുള്ള ഒരു ശാന്തയെ കണ്ട് ഡേറ്റും ഫിക്സ് ചെയ്തു. ഇപ്പൊ സാറിനൊരു കോൾ വരും, സാറ് പോയി താലി അങ്ങ് കെട്ടിയാൽ മാത്രം മതി. കോളും വന്നു. ഹലോ, താലി കേട്ടല്ലേ? ഞാൻ പക്രു അല്ല, അക്രു അല്ല, വിക്രം ഹിയർ. വക്കടി ഫോൺ. വരണം സാർ. എന്റെ കല്യാണമാണെന്നല്ലേ പറഞ്ഞത്? ഈ ക്യാഷ് എടുത്തു. ഈ റൗഡീസൊക്കെ വിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണം. താങ്ക്സ് ചേച്ചി. എന്തിനാ താങ്ക്സ് ഒക്കെ? ചേച്ചിക്ക് മാഫിയിൽ നിന്ന് മാറിക്കൂടെ? ഇതിന്റെ അവസാനത്തെ ഡീലായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവാൻ. എങ്ങനെയുണ്ട് എന്റെ ഉപദേശം? വർക്കൗട്ട് ആയില്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ചക്കര കുട്ടി.